ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഈഗൺ ലേണിംഗ്. നമ്മുടെ മക്കൾ ഓണം എക്സാം ഒക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അതെ, ഓണം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ? ഈ വർഷത്തെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഓണം എക്സാം വളരെ ലേറ്റ് ആയി. കാരണം ഓണം സെപ്റ്റംബറിലാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നടന്ന എക്സാം ഇത്തവണ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് തുടങ്ങുന്നത്. അതായത് ഓണം എക്സാം കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ലാസ്റ്റ് ആവും അല്ലെ? അപ്പോ ഈ ഓണം എക്സാം ലേറ്റ് ആകുന്ന ശരിക്കും ഓണം എക്സാമിന് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന് കുറേ പ്രശ്നങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം അല്ല, ഇതിന് വലിയ പ്രോബ്ലങ്ങൾ അതിന്റെ ബാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഓണം എക്സാം നമ്മൾ വിചാരിക്കുക ഒരു മാസം ലേറ്റ് ആയാൽ എന്താ സംഭവിക്കുക, ഞങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടില്ലേ, പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് സമയം കിട്ടില്ലേ എന്നുള്ള തോട്ടായിരിക്കും മക്കൾക്ക് ഉണ്ടാവുക. അതല്ല, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ. അതെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഓണം എക്സാമിന്റെ വെക്കേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ടേം ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് ടേം ആരംഭിക്കുക ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആണ്. പിന്നീട് നിങ്ങൾക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ? അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടേം എക്സാമിന് വെറും 2 മാസം അല്ലെങ്കിൽ 2.5 മാസമായിരിക്കും കിട്ടുക ഡിസംബറിൽ. നോർമലി നമ്മൾ ഓണം എക്സാമിന് ഒരു 50% ടോപ്പിക് അല്ലേ കവർ ചെയ്യാറ്, നോർമലി കവർ ചെയ്യാറ്. ഓഗസ്റ്റ് പാതിയിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ നോർമലി ഒരു 40 to 50% ടോപ്പിക് ആണ് കവർ ചെയ്യാറ്. പക്ഷെ ഇത്തവണയും അങ്ങനെ ആയിരിക്കും. ഇത്തവണ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത കുറച്ച് കുറവാണ്. അതായത് എനിക്ക് തോന്നുന്നത് 2 മാസം സെക്കൻഡ് ടൈം എക്സാമിന് കിട്ടുമ്പോൾ കുറച്ച് പോർഷൻസ് അധികമായിട്ട് ഫസ്റ്റ് ടൈമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പ്രോബ്ലം അതാണ്. ഓണം എക്സാമിന് നിങ്ങൾക്ക് ടോപ്പിക് കൂടാൻ ചാൻസ് ഉണ്ട്. നോർമലി ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം DNF ബ്ലോക്ക് എലമെന്റ്സ് വരെ ആയിരുന്നു. അതെ, അതാണ് നമ്മൾ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു കോർഡിനേഷനിൽ കുറച്ചും കൂടി വരാനുള്ള കോർഡിനേഷൻ കൂടി ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു 1 month ആണ്, 30 ദിവസമാണ് നമുക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ആ കോർഡിനേഷനിലെ ചാപ്റ്റർ കെമിസ്ട്രി ഒറ്റ സബ്ജക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കെമിസ്ട്രി ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സാണ്. വെയിറ്റേജ് മാറി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡി ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ഒക്കെ നന്നായിട്ട് പഠിക്കാനുള്ള സമയം അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റേജിൽ മാറ്റം വരാനും ചാൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ ഒരു പ്രോബ്ലം, നിങ്ങൾ ഫേസ് ചെയ്യേണ്ട രണ്ടാമത്തെ പ്രോബ്ലം. നമ്മൾ നോർമലി ഇതുവരെ പഠിച്ചു വന്ന ഒരു പാറ്റേണിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക മാറാനുള്ളൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. ഒരു പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒന്ന് ഫസ്റ്റ് ടേമിൽ വെയിറ്റേജ് കൂടും, അപ്പൊ കൂടുതൽ പോർഷൻ പഠിക്കേണ്ടി വരും. 2 സെക്കൻഡ് ടേം എക്സാമിനുള്ള ടൈം ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർഡ് ആവണം നിങ്ങൾ അല്ലെ. അവരാദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സമയം, ആ സമയം ഇപ്പോൾ ഫസ്റ്റ് ടൈം എക്സാം ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ മാക്സിമം സമയം കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ വളരെ 2-2.5 മാസമേ ഉള്ളൂ എന്നുള്ള അല്ലേ? അതെ, അത് മാത്രമല്ല പ്രധാന ഒരു പ്രശ്നം സെക്കൻഡ് ഇയേഴ്സിന് വരാൻ പോകുന്നത് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് നടക്കും, മോഡൽ എക്സാം നടക്കും, +2 മോഡൽ എക്സാം നടക്കും, +2 പ്രാക്ടിക്കൽ എക്സാം നടക്കും. അപ്പോൾ ഡിസംബർ മാസം ഉറപ്പായിട്ടും റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡൽ എഴുതേണ്ടതായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്, ജനുവരി ഫസ്റ്റ് വീക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജനുവരി കൂടി പഠിക്കാൻ, ജനുവരിയും ഫെബ്രുവരിയും നിങ്ങൾക്ക് തിയറി പഠിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 ദിവസത്തെ ഇപ്പോൾ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് അവരെ തിയറി കംപ്ലീറ്റ് ആവണം. ഇല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല എന്നത്. അപ്പോൾ ഈ ഒരു ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടിക്കൽസിനൊക്കെ പ്രിപ്പയർ ആയി അതേപോലെ സെക്കൻഡ് ടേമിന് കൂടി പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് ഓർഗാനിക്കിന്റെ ഒരു ചാപ്റ്റർ എങ്കിലും നിങ്ങളിപ്പോൾ കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. കാരണം നമ്മുടെ മുന്നിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് ടേമിന് ഓർഗാനിക് മുഴുവൻ ഉണ്ടാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. കഴിഞ്ഞ വർഷം എനിക്കൊന്നു അമൈൻസും ബയോമോളിക്യൂൾസും ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ടേം എക്സാമിന് ഇല്ലാതിരുന്നത്. പക്ഷെ ഇത്തവണ അത്രയും ചാപ്റ്റേഴ്സ് 2 മാസം കൊണ്ട് കവർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഫസ്റ്റ് ടൈമിലുള്ള ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടൈമിലാണ്. കഴിഞ്ഞ വർഷം എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് കുട്ടികൾ എക്സ്പെക്ട് ചെയ്തത് ഫസ്റ്റ് ടേം ടോപ്പിക്കുകൾ എക്സാമിന് ഉണ്ടാവില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പോയി. പക്ഷേ ഒരു നല്ല രീതിയിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ ഈ സെക്കൻഡ് ടേമിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് ആദ്യത്തെ ചാപ്റ്റർ മുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യും. അപ്പൊ ഇപ്പോഴേ ടൈം യൂട്ടിലൈസ് ചെയ്യാം. സെക്കൻഡ് ടേമിൽ ഏകദേശം 80% ടോപ്പിക്കും, അതായത് ഒരു 50% ടോപ്പിക് റിവൈസ് ചെയ്യണം. പുതുതായിട്ട് എന്ത് ചെയ്യണം, ഒരു 30 to 40% ടോപ്പിക്ക് നമ്മൾ പുതുതായിട്ട് പഠിക്കുകയും വേണം. അതിനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് എന്നുള്ളത് മക്കൾ ഓർമ്മിക്കുക. ഓക്കെ, ഇത് വലിയൊരു പോയിന്റ് തന്നെയാണ്. മക്കൾ അത് അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ
നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഏഗന്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സസും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് വളരെ നന്നായിട്ട് പഠിക്കും. ഓരോ ദിവസവും വൺ ഷോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വൺ ഷോട്ടാണ്. ഒരു ചാപ്റ്റർ ഒരു വളരെ കുറഞ്ഞ 2-2.5 മണിക്കൂർ കൊണ്ട് ക്രിസ്പായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുന്ന ഫ്രീ ലൈവ് ഏഗന്റെ +2 ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് ഇപ്പോഴേ നമ്മൾ എന്താവുക കറക്റ്റായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.